So hello everyone and welcome back to the channel. So today is 30th of August. നമ്മൾ ഫൈനലി ലഡാക്ക് എന്ന് പറഞ്ഞ ടെറിട്ടറി തന്നെ വിടാൻ പോവുകയാണ്. രാവിലെ അതായത് ഇന്ന് രാവിലെ ഞാനിപ്പം 9:30 മണിയായി. പ്ലാനിങ് ടു ലീവ് ഫ്രം ഹിയർ, go all the way to Srinagar and camp there because Srinagar to Jammu highway blocked ആണ്. അതുമാത്രമല്ല ജമ്മു ടു പഠാൻകോട്ട് ഹൈവേയും ബ്ലോക്ക്ഡ് ആണ്. സോ ഒരു വ്യക്തതയില്ല ആക്ച്വലി എന്തായിരിക്കും എന്ന്. ഇവിടെ വെറുതെ നിന്ന് കറങ്ങുന്നേക്കാളും നല്ലത് ഐ തോട്ട് ബെറ്റർ ടു ഗോ ഫ്രം ഹിയർ. ശ്രീനഗറിൽ പോയി നിൽക്കാം, എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് യാത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമല്ലോ. ഇത് വെച്ച് കഴിഞ്ഞു ജസ്റ്റ് ജാക്കറ്റ്സും ഹെൽമെറ്റും ഒക്കെ ഉള്ളൂ ഇനി എടുക്കാൻ. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം സമയം 9:30 ഇറ്റ്സ് കൈൻഡ് ഓഫ് ടു ലേറ്റ്. 8 മണിക്ക് വിടുമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഭയങ്കര തണുപ്പാണ് രാവിലെ. സോ നമുക്ക് എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരി പനി അടിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ രാവിലെ 7 മണി 8 മണിക്ക് സാധാരണ റൈഡ് ചെയ്യുമെങ്കിലും നാട്ടിൽ, പക്ഷേ ഇവിടെ ഒരു 9 മണി ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് ചൂട് കിട്ടുമ്പോഴേ നമുക്കത് ഒരു കംഫർട്ടബിളായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ റെഡിയായി. ഇനി ഹെൽമെറ്റൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് ഗ്ലൗസ് ഇട്ടിട്ടൊന്ന് ഇറങ്ങിയാൽ മതി. സമയം ഓൾമോസ്റ്റ് 9:45 എന്താ പറയുക. സത്യത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ലഡാക്കിൽ വന്നതെന്ന് വെച്ചാൽ രാവിലെ ഒരു 7 മണിക്കൊക്കെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ടൈം ലൈൻസ് മാച്ച് ചെയ്യാൻ പറ്റും. ഇന്നലെ പോലും എത്ര ലേറ്റായിട്ടൊരു 9:30 കഴിഞ്ഞങ്ങാണ്ട് ഞാൻ ലേയിലെത്തിയത്. എന്തായാലും ലെറ്റ്സ് ഗോ. ആദ്യം പെട്രോൾ അടിക്കാം. പെട്രോൾ അടിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. കോൾ സ്റ്റാർട്ടിങ് ദ വെഹിക്കിൾ. ഓക്കെ, ഹിയർ വി ഗോ. ദാറ്റ്സ് വണ്ടർഫുൾ പീപ്പിൾ ഈ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ. നമ്മളിപ്പോൾ ആൾക്കാർക്കൊക്കെ കാണുന്നുണ്ട് പെട്രോൾ പമ്പ്. പക്ഷെ ഒരൊറ്റ മിനിറ്റ് ഒന്ന് നോക്കി, ഇവിടുത്തെ നമ്മൾ വന്ന സമയത്ത് 1-2 മല മാത്രമേ ഉള്ളായിരുന്നു മഞ്ഞ്. ഇപ്പോൾ എല്ലാ മലയിലും മഞ്ഞ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തണുപ്പും പ്രശ്നങ്ങളുമൊക്കെ നമുക്ക്. ഓൾമോസ്റ്റ് 11 ലിറ്റർ പെട്രോൾ ആയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഫില്ലിങ്ങിന് ശേഷം. 1191 രൂപ. So by logic it says that എനിക്ക് almost 29 average കിട്ടുന്നുണ്ട് ഈ ബൈക്കിൽ ഇൻ, which is not bad I would say, because I was getting around 29 and I'm not surprised because I used to get 35 also at some point in time. അങ്ങനെ നോക്കുമ്പോൾ this is a very good one. 659 kilometers as they say, but വഴിയിലടയിൽ വെച്ച് I'll reset the location because Rahul Bhaiya is going to help me with my next accommodation, also another guest house or cheap comfortable to stay ചെയ്യണമെങ്കിൽ. So here we go, lake goodbye. What a beautiful memory and what an amazing place. മഞ്ഞ് മലകൾക്ക് ഗുഡ് ബൈ. ഇനി നമ്മൾ എപ്പോഴാണ് അടുത്ത പ്രാവശ്യം കാണുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ലഡാക്കിൻ്റെ എക്സ്പെഡീഷൻ ഇതോടെ തീർക്കുകയാണ്. ഇന്നലെ തീർന്നു, പക്ഷേ ഇന്നലെ സമയപരിമിതി കാരണം ലേയിൽ തന്നെ തിരിച്ചു വന്ന് സ്റ്റേ അടിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മണാലി റൂട്ട് ഓപ്പൺ ആയിരുന്നെങ്കിൽ അവിടെ ജസ്റ്റ് ഗോൺ ഫ്രം ദാറ്റ് റൂട്ട്. ഇന്നലെ തന്നെ നമ്മൾ ജിസ്പ എന്തെങ്കിലും പിടിച്ച് തന്നെ. ബൈ സ്നോ മൗണ്ടൻസ് അൺടിൽ ദ നെക്സ്റ്റ് ടൈം ആൻഡ് മേ ബി വെരി സൂൺ ടു ബൈ. ലേ നഗരിക്ക് ഒരു ഗുഡ് ബൈ. മഞ്ഞ് മലകളൊക്കെ നമ്മുടെ അടുത്തും ഉണ്ട്, എന്നാൽ ദൂരെ ആയിക്കൊണ്ടിരിക്കുന്നു. കാർഗിൽ നോക്കി ലക്ഷ്യം വെക്കുകയാണ്. സോ ആദ്യം നമ്മൾ പോകുമ്പോൾ ഒരു ടൗണിൻ്റെ പേര് നിമ്മു ആയിരിക്കും. അല്ലേ, ഇറ്റ്സ് എ ഫൈനൽ ഗുഡ് ബൈ. നൗ വിൽ ക്യാച്ച് അപ്പ് ഇൻ ദി കാർഗിൽ ഡിസ്ട്രിക്ട്. സോ നൗ വി ആർ നിയറിങ് ഗുരുദ്വാര പത്ഥർ സാഹിബ്. സോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സിഖ് ദേവാലയമാണിത്, ഗുരുദ്വാര പത്ഥർ സാഹിബ്. ആക്ച്വലി ആര് ലേ ലഡാക്ക് വന്നാലും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാതെ ലേയിലോട്ട് കയറാറില്ല. അതാണ് അതിൻ്റെ ഒരു ട്രഡീഷൻ. ജനറലി ആൾക്കാർ വരുന്ന റൂട്ട് ഇതായിരുന്നു പണ്ടത്തെ. സോ അതാണ് ഗുരുദ്വാര പത്ഥർ സാഹിബ്. എന്ന് നമിക്കാം ദൈവങ്ങളെ കാത്തോളണേ. ഇത് ഇന്ത്യൻ ആർമിയാണ് ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഉണ്ടാക്കിയതും എന്താ. ഗുരുദ്വാര പത്ഥർ സാഹിബ് പണ്ടൊരിക്കൽ വന്നപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ട് ഒരിക്കലും ഞാൻ കയറിയിട്ടില്ല. ഗുരുദ്വാര പത്ഥർ സാഹിബ് നിമ്മുലേക്ക് 11 കിലോമീറ്റർ. ഞാനിപ്പോൾ നിൽക്കുന്നത് മാഗ്നറ്റിക് ഹില്ലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ഫിനോമിനൻ ദ ഡിഫൈസ് ഗ്രാവിറ്റി. പാർക്ക് യുവർ വെഹിക്കിൾ ഇൻ ദ ബോക്സ് മാർക്ക്ഡ് വിത്ത് പെയിൻറ്റ് ഓൺ ദ റോഡ് ആൻഡ് എക്സ്പീരിയൻസ് ദ വണ്ടർ. ഓക്കെ, വണ്ടി ന്യൂട്രൽ ഇട്ടു. ഓക്കെ, നോക്കട്ടെ. ആണടാ, പോകുന്നുണ്ട്, തന്നെ പോകുന്നു. ഇതേ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് വണ്ടി. ഓക്കെ, ഇതേ പോകുന്നു. സ്പീഡില്ല, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. അയ്യോ, എവിടേക്കോ പോകുന്നുണ്ട് വണ്ടി. ഇത് ആക്ച്വലി ഒരു ഫ്ലാറ്റ് സർഫസ്. എനിക്ക് ആദ്യം തോന്നിയത് സ്ലോപ്പാണ്, പക്ഷേ ഇത് ആക്ച്വലി ക്വൈറ്റ് എ ഫ്ലാറ്റ് സർഫസ്.
എത്ര സ്പീഡുണ്ട്? 5 കിലോമീറ്റർ 6 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകുന്നുണ്ട് കണ്ടോ. എന്താണെന്ന് ഈ മാഗ്നറ്റിക് ഹില്ലിൻ്റെ ഒരു കാര്യം. ചിലവർ പറയുന്നതാ ഇവിടെ പോയിട്ട് നിർക്കണം സ്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്താലോ. ഇവിടുന്ന് പറയുമ്പം ഡൗൺ സ്ലോപ്പാണേ. അപ്പം അയ്യോ കുറേ സ്റ്റോപ്പാണ് കണ്ടാ. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താ വണ്ടി നിർത്തി ന്യൂട്രലിലിട്ടു. ബ്രേക്ക് വിടാൻ പോവാണ്. വിട്ടു. ഇതാ പോകുന്നു കാലം. ഹൈ ദേ പോകുന്നുണ്ടല്ലോ. 7 കിലോമീറ്റർ സ്പീഡും ഉണ്ട്. സ്പീഡ് കൂടുന്നുണ്ട്. ഉണ്ടല്ലോ. 8 ആയി. 9. ഹൈ ദേ പോകുന്നു. അടിപൊളി. ഇറ്റ് ബോക്സ് ഓക്കെ. ഇറ്റ് ഡസ് വർക്ക്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന വഴി കണ്ടാണ്. ഇതാ അവിടുന്ന് വരുന്നത് സംസ്കാർ റിവർ. അതാണ് സംസ്കാർ വാലി. അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ റോഡിൽ ഇതാ സിന്ധു നദി. ഇതുവരെ നമ്മൾ ലഡാക്കിൽ കണ്ട എല്ലാ സിന്ധു നദി ഇവിടെയാണ്. ഇൻഡസ് നദി നല്ല അഴുക്ക് വെള്ളം, സംസ്കാർ നദി നല്ല തിളങ്ങിയ വെള്ളമായിട്ട് വരുന്നു. ഒരു സിമൻറ്റ് കളറിൽ രണ്ടും കൂടെ ചേർന്ന് സിന്ധു നദിയായിട്ട് ഇനി പാകിസ്ഥാൻ വരെ പോവും. ഇത്രയേ ഉള്ളൂ. സംഗം വ്യൂ പോയിൻറ്റ്. ലമയൂറിലേക്ക് 91, ഫോട്ടൂല പാസിലേക്ക് 106, കാർഗിൽ 211, ദ്രാസ് 253, ജോജില 273, ശ്രീനഗർ 400 കിലോമീറ്റേഴ്സ്. സോ നല്ല ദൂരമുണ്ട് ഇന്നത്തെ ഒരു ദിവസം യാത്ര ചെയ്യാൻ. ഇപ്പം തന്നെ 10:30 മണിയായി. സോ ഈ റോഡൊന്നും അല്ലാത്തൊരു സ്ട്രെയിറ്റ് റോഡൊന്നും അല്ല, വേഗം സുഖമായിട്ട് ഓടിച്ചു പോകാൻ. ബട്ട് ഇഫ് യു ക്യാൻ റൈഡ് ഫാസ്റ്റ് then it is not an issue without wasting time. So 10 minutes later, landslide. അയ്യോ ജസ്റ്റ് മിസ്. ഇല്ലെങ്കിൽ ഇതും എല്ലാം പോയെന്നെ. ഓഫ് കഷ്ടപ്പെടുത്ത കാര്യം. താങ്ക്ഫുൾ ടു ഗോഡ് ഇത്രയെങ്കിലും സ്ഥലം തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ മുഴുവൻ അടഞ്ഞിരുന്നെങ്കിൽ തീർന്നു. ഇവിടെ വെറുതെ നമ്മൾക്ക് പോസ്റ്റായിട്ടിരിക്കുമായിരുന്നു അടുത്തൊരു 5-6 മണിക്കൂർ. മഴക്കാലം ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് സംഭവിക്കാം. അപ്പം അങ്ങനത്തെ സ്ഥിതിയിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്തിൻ്റെ പേരാണ് സാസ്പോൾ. ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഒരു കോഫി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കുറേ നാളായിട്ട് ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കോഫി കുടിക്കാം. അതിനുശേഷം വിൽ കണ്ടിന്യൂ. മോർണിംഗ് സ്നാക്കിൻ്റെ പേരിൽ ഒരു ബർഗർ എത്ര നാളായി കഴിച്ചിട്ട്, അതിൻ്റെ കൂടെ ഒരു കോഫിയും. ഒരു ഉന്മേഷം. അത് കഴിഞ്ഞിട്ട് പോവാം. നമിച്ചുകൊണ്ട് കഫേ ഡി സാസ്പോളിൽ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഖൽസേ. ഈ ഖൽസയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ബട്ടാലിക് സെക്ടർ മുഴുവൻ കറങ്ങി എത്തിയത്. സോ നൗ ലമയൂർ റൂട്ട് ഇസ് ഓപ്പൺ. അതായത് ഈ ഹൈവേ തന്നെ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് നേരെ പോകാൻ പറ്റും. അവിടുന്ന് പോകുന്ന വഴിയിലാണെന്ന് നമ്മൾ ലഡാക്കിലേക്ക് പോകുന്നത്. ആ വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടില്ലേ? ആ ബോർഡ് അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബട്ടാലിക് സെക്ടറാണ്. ആ ട്രക്കെല്ലാം നിൽക്കുന്ന സ്ഥലം അതാണ് ബട്ടാലിക് സെക്ടറിലേക്കുള്ള പോകുന്ന വഴി. ഇത് നമ്മുടെ നാഷണൽ ഹൈവേ ടുവേർഡ്സ് ശ്രീനഗറും ജമ്മുവും ഒക്കെ പോകുന്നത്. ഗ്ലാഡ് ഹൈവേ പിന്നെ ഓപ്പൺ ചെയ്തു. ഇതുപോലെ ദൈവമേ ജമ്മുവിൻ്റെയും ഉധംപൂർ ഹൈവേ ഓപ്പൺ ചെയ്യണം നാളെ തന്നെ. അങ്ങനെയാണെങ്കിൽ നേരെ വീട്ടിലെത്തായിരുന്നു. കണ്ടിട്ട് എനിക്ക് തോന്നി ഇതാണ് ആ ലാൻഡ് സ്ലൈഡ് സോണേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇതർ ഗിറാത്താ ക്യാ? ഇതർ ഗിറാത്താ? അച്ഛാ ടീക്ക് ഹേ. അതാണ് ഇവിടെ ആയിരുന്നു ലാൻഡ് സ്ലൈഡ്. സോ ഗൈസ്, ഇത് മല കയറി പോകുമ്പോഴാണ് ലമയൂർ മോണസ്ട്രി വരാൻ പോകുന്നത്. ബട്ട് നല്ല സമയം കുറവുണ്ട് നമുക്ക്. കുറേ ലാൻഡ് സ്ലൈഡ്സ് നടന്നിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു 20-25 സ്ഥലത്തെങ്കിലും ഇതുപോലെ ചെറിയ ലാൻഡ് സ്ലൈഡുകൾ ഇല്ലെങ്കിൽ റോഡ് ബ്രേക്ക് ആവുന്നു എന്താണ്ടൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ലമയൂർക്ക് പുറയിലോട്ട്. ഇപ്പം കുഴപ്പമില്ല, ഇപ്പോൾ റോഡ് കുഴപ്പമില്ല. ഇതിപ്പം നമ്മളിപ്പം ഫോട്ടൂല പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബോഡിലി യു ഗെറ്റ് എക്സോസ്റ്റഡ്. ശാരീരികമായി നല്ല ഒരു ബുദ്ധിമുട്ട് തോന്നും. അതുമാത്രമല്ല ഹൈറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ഹൈറ്റ് ലൂസ് ചെയ്യേണ്ടത് നമ്മൾ ഓൾട്ടിറ്റ്യൂഡിലുള്ളപ്പം. പക്ഷേ ഇത് ലൂസ് ചെയ്തതിന് ശേഷം പിന്നെയും ഗെയിൻ ചെയ്യുകയാണ് ഈ പാസ് കിടക്കാൻ വേണ്ടി. ഫോട്ടൂല പാസിലെത്തിയിരിക്കുകയാണ്. ഹൈറ്റ് ഒരു 13,479 ഫീറ്റ്. കുഴപ്പമില്ല, ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോവാം. അതാണ് ഉദ്ദേശം. A few moments later. കാർഗിൽ UT ലഡാക്കിൽ എത്തിയിരിക്കുകയാണ്. സോ വി ഹാവ് കം ടു ദ നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ലഡാക്ക്, കാർഗിൽ ഡിസ്ട്രിക്ട്. പക്ഷേ കാർഗിൽ ഇനിയും കുറേ ദൂരമുണ്ട്. 50 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു.
മലകൾക്ക് തീരുന്നില്ല, എല്ലാ സൈഡിൽ നിന്നും മല മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തിൽ. അയ്യോ എനിക്ക് വയ്യേ, ബ്രേക്ക് അടിച്ച് ഫോർട്ടുല കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം യാത്ര ചെയ്തപ്പോൾ നമ്മൾ പിന്നെ നമ്മിക്കലയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മിക്കലയിൽ വന്നപ്പോൾ നല്ലപോലെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ്. അതുകൊണ്ട് പിന്നെ എടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഈ യാത്ര മുമ്പോട്ട് തുടങ്ങുമ്പോൾ കാർഗിൽ ഇപ്പോഴും ഒരു 10-40 കിലോമീറ്റർ ദൂരമാണ്. ഭയങ്കര കഷ്ടം തോന്നുന്നു, അറിയാത്ത ഭയങ്കര ഘാട്ട് സെക്ഷനാണ് ഇത്. കുറേ നേരമായിട്ട് മലയുടെ മണ്ടേ കിടന്ന് തന്നെയാണ് ഇങ്ങോട്ട് ലെഫ്റ്റും റൈറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഒരു ഭയങ്കര എക്സോഷൻ തോന്നുന്നുണ്ട്. കാർഗിൽ ഡിസ്ട്രിക്റ്റിലെ മുൽബെക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതിപ്പം എടുത്ത് പറയാനുള്ള കാരണം അവസാനം മല ഇറങ്ങി, കുറേ നേരം കഴിഞ്ഞിട്ടാണ് മല ഇറങ്ങിയത്. അതുകൊണ്ട് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ബോഡിയൊക്കെ അങ്ങനെ എക്സോസ്റ്റ് ആയി പോകുന്നത്. എത്ര നേരം നമ്മൾ ഈ മലയുടെ മുകളിൽ കിടന്ന് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് റോഡ് വേണ്ട, അപ്പോൾ നമുക്കൊന്ന് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ 99 രൂപ 50 പൈസ എങ്ങാണ്ടേ ഉള്ളൂ പെട്രോളിന്. സോ ഫുൾ ടാങ്ക് അടിച്ചു. ഒന്ന് മൈലേജും നമുക്ക് ചെക്ക് ചെയ്യാം, നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ ഇതിന് വേണ്ടി. സോ ഓൾമോസ്റ്റ് 30-30.5 മൈലേജ് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ. ഇത്രയും വൃത്തികെട്ട റണ്ണിങ് ചെയ്തിട്ട് പോലും എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ട് മൈലേജ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മുടെ നാട്ടിൽ ഒന്നിൽ പെട്രോൾ ശരിയല്ല, അല്ലെങ്കിൽ ഈ നാട്ടിൽ പെട്രോളിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്, ഏതാണ്ടൊരു പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഓടിക്കാൻ നേരത്തെ എനിക്ക് കിട്ടുന്നൊരു മൈലേജ് ഒരു 23-24 ഒക്കെ ആയിരുന്നു. ഇതുവരെ വന്നപ്പോൾ പോലും 23-24 ആയിരുന്നു. ഇപ്പോൾ ആലോചിച്ച് നോക്കി എന്തൊരു എനിക്ക് ഡിഫറൻസ് ഉണ്ടെന്ന്. സോ ബ്യൂട്ടിഫുൾ സൺഫ്ലവർ, സൂര്യകാന്തി, അടിപൊളി. സോ ഇവിടെ ലഡാക്ക് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ പൂരിപ്പിക്കണമായിരുന്നു ഒന്നുകൂടെ. സോ ഈ ചെക്സും ബാലൻസസും കുറേ ഉണ്ട് ആക്ച്വലി ലഡാക്കിൽ വരാൻ നേരത്ത്. സോ അത് ഒരെണ്ണമാണ്. ശ്രീനഗർ 201 കിലോമീറ്റർ. സോ നല്ല ദൂരമുണ്ട് ഇന്ന് ഇവിടുന്ന് ഓടിക്കാൻ തന്നെ. ആസ് പെർ മാപ്പ് 4 hours 53, അത് 5-6 മണിക്കൂറിന് പിടിച്ചോ. സോ അങ്ങനെ നമ്മൾ കാർഗിൽ ടൗണിനും വിട്ടിട്ട് ജോജില പാസിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞിട്ടാണ് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്ത ഒരു സെക്ഷൻ ഓഫ് റോഡ് ഞാൻ കാണുന്നത്. കഴിച്ച ബർഗർ പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. അതെനിക്ക് വിശക്കുന്നുണ്ട്, സത്യം പറയാമല്ലോ. ഇത്രയും നാളും ഇവിടെ വന്നിട്ടുള്ള ബ്രെഡ് ഓംലെറ്റും മാഗിയും മോമോസും തുപ്പയും കഴിച്ച് നാട്ടിലെ ബിരിയാണി കഴിക്കാനുള്ള ഒരു കൊതി, സദ്യ, അതൊക്കെ മിസ്സാവുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. 5-ാം തീയതിയാണല്ലോ ഓണം, സെപ്റ്റംബർ 5-ാം തീയതി. പറ്റുമെങ്കിൽ അവിടെ എത്തും, അതായിരിക്കണം എൻ്റെ ഒരു ആവേശം. പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്ത് ചെയ്യാനാ, ജസ്റ്റ് ടു ബാഡ്. കാരണം 30-ാം തീയതി തന്നെ ഞാൻ ഇറങ്ങിയത്. എൻ്റെ പ്ലാൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ 1-2 ദിവസം മുമ്പ്, അതായത് 28-നോ 29-ാം തീയതി തന്നെ ഞാൻ ലഡാക്ക് വിട്ടേനെ. ബട്ട് എന്ത് ചെയ്യാനാ, whatever said and done, this is what it is. നമ്മളിതാ കാർഗിൽ വാർ മെമ്മോറിയൽ എത്തിക്കഴിഞ്ഞു. ഒരു റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്, അതിനു വേണ്ടിയാണ് ഞാൻ എത്ര നേരം വണ്ടി ഓടിച്ചത്. സോ കാർഗിൽ വാർ മെമ്മോറിയൽ കയറുന്നൊന്നുമില്ല, ബിക്കോസ് ഓൾറെഡി കയറിയതാണ്. വണ്ടിയൊക്കെ അന്തസ്സായിട്ടൊരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊരു ചായയും കോഫിയൊക്കെ കുടിക്കാം. സോ നമ്മൾ ലഞ്ച് വന്നു, ഞാൻ വെയിറ്റ് ചെയ്തില്ല, നേരെ കഴിക്കാൻ തുടങ്ങി. പൊറാട്ട, ഇവിടെ ഒരു ജ്യൂസും. ഇപ്പോൾ ജസ്റ്റ് ഒരു ന്യൂസ് കിട്ടി, ജമ്മു ശ്രീനഗർ ഹൈവേയിൽ പിന്നെയും ബ്ലോക്കാണ്. ദൈവത്തിനറിയാം വീട്ടിലെത്താൻ പറ്റുമെന്നൊക്കെ തന്നെ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ട്. സോ നമ്മൾ ലഞ്ച് കഴിച്ച സ്ഥലം ഗോർഖ ദർബാർ. ആൻഡ് എവിടെയാണ്, കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ എൻട്രൻസിൻ്റെ മുമ്പിൽ തന്നെ. വണ്ടി കൊണ്ട് വെച്ചുകൊണ്ട് കുറേ നേരമായിട്ട് റിലാക്സേഷനിലാണ്. നല്ല കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം. കാർഗിൽ വാർ മെമ്മോറിയൽ ഞാൻ കുറേ എപ്പിസോഡിന് മുമ്പേ പറഞ്ഞു, ഇതായിരുന്നു ടൊളോലിംഗ്. ഈ ടൊളോലിംഗ് പർവ്വതത്തിൻ്റെ ക്യാപ്ചറായിരുന്നു വൺ ഓഫ് ദ ഐക്കോണിക് മൊമെൻറ്റ്സ് ഓഫ് 1999 കാർഗിൽ വാർ. അവിടെ റൈനോ ഹിൽ, പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ പർവ്വതത്തിൻ്റെ പുറയിലാണ് ടൈഗർ ഹിൽ. ഇവിടെ എപ്പോൾ വരുമ്പോഴും ഒരു വെരി പാട്രിയോട്ടിക് ഫീലിംഗ് ആണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ എനിക്കറിയാം ഇവിടെ കുറേ ദർബാറുകൾ, കുറേ ഫുഡ് ജോയിൻറ്റ്സ് ഉണ്ട്. ലഞ്ച് കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നത്. സോ വിത്ത് ദാറ്റ് പോസിറ്റീവ് നോട്ട് പോവാം. Srinagar is very far actually, and already it's somewhere around 7 or 5 o'clock now. So we'll have to get going very, very fast. So Kargil War Memorial ni yatra tirikiyana with lots of love, respect and honor for these brave souls and the majestic Indian flag flying high here because of these brave valiant men. Why Kargil War Memorial? May you inspire many more future generations of young Indian men and women and even animals to come in the safety, security and protection of our
beautiful motherland. With that thought, let's keep the journey pushing forward. So നമ്മളിപ്പം കാർഗിൽ ഡിസ്ട്രിക്റ്റും വിടുകയാണ്. Time on the clock is 5 o'clock as I told. So with this we will now go into Kashmir. കശ്മീരിലേക്ക് എൻ്റർ ചെയ്യാൻ സമയമായി. 120 കിലോമീറ്റർ. Kashmir route, Jammu side. That is bad. Very bad. But you can manage. You just be careful. It's just one road, 2 lane. Okay. you can manage, I guess. Yeah. Where are you from? Where are you from? From Bangalore. Bangalore. Oh, okay. Kerala. Kerala. I have to go all the way. You rode all the way from Kerala. How many days has it been? I left on 12th. 12. Okay, I'll take leave. Right safe. So, bye. Now in Kashmir, back to Kashmir. ഒരിക്കലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതല്ല, ബട്ട് ഐ ന്യൂ ഹാവ് ടു ഡു ഇറ്റ്. സോ ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു കപ്പിളിനെ കണ്ടു, ഒരു അമ്മയും മോനും തോന്നുന്നു കണ്ടിട്ട്. സോ അവരെ കണ്ടപ്പം അവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയുണ്ട്. അവർ പറഞ്ഞു റോഡ് ഉണ്ട്, പോകാനൊക്കെ പറ്റും, പക്ഷേ കുറച്ച് കഷ്ടമാണ്. ഇപ്പോൾ 2 വീലർ പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിനൊരു കൺഫർമേഷൻ കിട്ടി. ജോജിയിലേക്കുള്ള കയറ്റം തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നില്ല. നല്ലൊരു ജാം, നല്ല ലാൻഡ് സ്ലൈഡ് ആയതുകൊണ്ട് നമുക്ക് 2 വീലർ ആയതുകൊണ്ട് ഈസിലി പോകാൻ പറ്റും. ഇത്രയും ട്രക്ക് നിൽക്കുമ്പോൾ ഈ കാറിന് മാത്രം ഇത്രയും വലിയ അഹങ്കാരം. ഈ JCB കാരനെ സമ്മതിക്കണം, ആളുടെ വണ്ടി ഓടിക്കുന്ന സ്കില്ല് കണ്ടില്ലേ എൻ്റെ അമ്മോ. വരാനുള്ള കാരണം റോഡ് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നല്ല ലെവലിന് വരെ അടുത്ത 2-3 ഹെയർ പിൻ വരെ ജാം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അവർ ഈ 1 വേ ലൈന് റോഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് പ്രശ്നം. അല്ല, നമ്മുടെ നാട്ടിൽ ചില ചേട്ടന്മാർ നമ്മളെ മൂഞ്ചാൻ വേണ്ടി മാത്രമാണ് ഇതുപോലത്തെ ജാമുകൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഈ സാധനം അതിരാവിലെയോ രാത്രിയോ ലൈറ്റൊക്കെ വെച്ച്, ഫ്ലഡ് ലൈറ്റൊക്കെ വെച്ച് ചെയ്യരുതോ. ഈ ടൈൽസ് ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അവർ ഈ സമയം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വൺസ് മോർ നമുക്ക് ജോജില പിടിച്ചെടുക്കാം. ജോജില പാസ് കയറി ഇറങ്ങണമെങ്കിൽ നല്ല ഒരു എഫേർട്ടുണ്ട്. പക്ഷേ ഗുഡ് ന്യൂസ് ഇസ് ജോജില ടണൽ ഇസ് കമ്മിങ് അപ്പ്. സോ ഇഫ് ദ ടണൽ കംസ് അപ്പ് ദെൻ വി വിൽ ബി ഇൻ എ വെരി ബിഗ് ലക്ക്, ബിക്കോസ് ജോജില പാസ് അടഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ അസ്യൂം ദാറ്റ് Srinagar, Jammu Srinagar to Leh route is closed for a greater part of winter and also into the early summers. സംസാരിച്ച് നമ്മളിതാ we have reached Jojila pass. Nice. അത്രേ ഉള്ളൂ. 108 kilometers Srinagar, Jammu 404. എന്തായാലും പോകുന്നില്ല. വെൽക്കം ടു കശ്മീർ വാലി. യു ആർ അറ്റ് ജോജില ആൾട്ടിറ്റ്യൂഡ്. അടിപൊളി. ഒരു ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് പോകാം നമുക്ക്. നമ്മൾ കശ്മീർ വാലിയിൽ എൻ്റർ ചെയ്യാൻ പോവാണ് പിന്നെയും. ആൻഡ് വി ആർ 326 kilometers ഫ്രം ലേ ആൻഡ് അറ്റ് ജോജില പാസ് 11649 feet. Look at that and remember it, that your boy did it not once but twice over and all alone. വെയ്യുമോ എനിക്ക് നല്ല സംശയമുണ്ട്. നല്ല അടുത്ത മേഘങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. They are just at the top of this hill. Bye Jojila, bye. ഒരു സന്ധ്യാസമയത്തുള്ള കാഴ്ചയാണിത്. കാശ്മീർ കൂടെ വരുമ്പോൾ ഒരു കൂട്ടത്തിന്, ഒരു വലിയൊരു കൂട്ടം ഷീപ്പ്, ആട്, മേരിയാട് ലിറ്റിൽ ലാമ്പിൻ്റെ ലാമ്പ്, എത്ര എണ്ണം നോക്കിയേ. നമ്മൾ എത്തിയിരിക്കുന്നത് സോൺമാർഗിൽ. വിൽ ഈറ്റ് സംതിങ് ആൻഡ് ടേക്ക് ടൈം ടു റിലാക്സ്. അത്രേ ഉള്ളൂ. A few moments later. ഞാനൊരു വഴിയിൽ ചായക്കടയിൽ നിർത്തി. സോൺമാർഗ് ആയി, ഓൾമോസ്റ്റ് ആവാറായി. ജോജില കയറി ഇറങ്ങിയപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നമുണ്ട്, കാണിച്ചു തരാം. ദാ നമ്മുടെ ഫ്രണ്ട് ടയറിലെ പ്രഷർ പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പഞ്ചറാണെന്നാണ്. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് അമക്കി നോക്കി. നല്ലപോലെ അമങ്ങുന്നുണ്ട്. പ്രഷർ എവിടുന്നോ പോകുന്നുണ്ട്. പഞ്ചറാണോ ഇനി പിന്നെ അലോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ല. നോക്കാം. എവിടെയെങ്കിലും കടയിൽ കൊണ്ടുപോകാം. ഇപ്പോൾ തന്നെ ഉടനെ കടയിൽ കൊണ്ടുപോകാം. സോൺമാർഗിലെ ട്രക്ക് യാർഡിൽ ഇവിടെ ഒരു പഞ്ചർ ഷോപ്പ് കിട്ടി. പഞ്ചർ കണ്ടുപിടിക്കുക എവിടെയാണെന്ന് നോക്കട്ടെ. റിം ക്രാക്ക്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന 8ൻ്റെ പണിയാണ്. പിന്നെ ഇതിൻ്റെ
ക്രാക്കായ അലോയ് ക്രാക്കായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. ആ എപ്പിസോഡ് ഞാൻ കാണിച്ചായിരുന്നു എങ്ങനെ ഇതിൻ്റെയൊക്കെ വെൽഡിംഗ് ഒക്കെ ചെയ്തതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ജോജില പാസ് കയറി വന്ന ആ ഇറക്കത്തിൽ നല്ലൊരു ഓഫ് റോഡ് ഉണ്ടായിരുന്നു. അത് മതിയായിരുന്നു ഇതിൻ്റെ അലോയ് ക്രാക്ക് ഒന്നുകൂടെ ക്രാക്കാവാൻ. ഇനി ഇതിനെ തന്നെ അലോയ് ക്രാക്കിൻ്റെ മേത്ത് ഒന്നുകൂടെ വെൽഡിങ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ട്യൂബ് ഇട്ടിട്ട് തന്നെ വണ്ടി ഓടിക്കണം. ഭാഗ്യത്തിന് ഇവിടുന്ന് ശ്രീനഗർ ഒരു 80 കിലോമീറ്റർ പോലും ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് വണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ, അപ്പോൾ അവിടുന്ന് ഓടിച്ച് ഞാൻ ബെനലി ഷോറൂമിൽ പോയിട്ട് ഇന്ന് തന്നെ രാത്രി പറ്റുമെങ്കിൽ ഒരു ട്യൂബ് വാങ്ങിക്കും. ട്യൂബ് വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ പിന്നെയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പണി ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരു കുറേ ഗ്ലൂ ഇട്ടിട്ടുണ്ട്, അതായത് ബോണ്ട് ഇട്ടിട്ടുണ്ട്, ഹെവി ബോണ്ട് പോലത്തെ സാധനം. അതുമാത്രമല്ല കുറേ ടാൽക്കം പൗഡർ ഇട്ടിട്ടുണ്ട്. അതാണ് ഈ ടാൽക്കം പൗഡറൊക്കെ ഇവിടെ കാണുന്നത്. ഇത് ശ്രീനഗർ വരെ ഒന്ന് നിന്നാൽ മതി. ശ്രീനഗർ എത്തിയ ഉടനെ ഞാൻ പറഞ്ഞ പോലെ ഒരു ട്യൂബ് വാങ്ങിക്കണം. 17 ഇഞ്ചിൻ്റെ ട്യൂബ് വാങ്ങിച്ചിടും. ട്യൂബ് വാങ്ങിച്ചിട്ടിട്ട് ബെനലി ഷോറൂമിൽ കൊണ്ടുപോകേണ്ടി വരും. ബിക്കോസ് അങ്ങനെ ശ്രീനഗർ ബെനലി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നാളത്തെ യാത്ര മിക്കവാറും ശ്രീനഗറിൽ നിന്ന് ഇറങ്ങിയാൽ പോലും മിക്കവാറും ജമ്മു വരെ കാണത്തുള്ളൂ. പോയാൽ പോലും എന്തായാലും അതും റിസ്ക്കാണ്. നോക്കാം. One eternity later. സോൻമാർഗിലെ ട്രക്ക് യാർഡ്. ഇവിടുന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. നല്ലപോലെ എയർ പ്രഷർ അടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 40 അവർ മീറ്റർ വെച്ച് നോക്കിയപ്പോൾ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഇപ്പം TPMS പറയുന്നത് 70ഓളം അടിച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും കുഴപ്പമില്ല. തൽക്കാലം ശ്രീനഗർ വരെ ഒന്ന് ഓടിച്ച് കിട്ടിയാൽ മാത്രം മതി. ഓടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് എന്ത് വേണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. തൽക്കാലം ഞാൻ ബെനലി ശ്രീനഗറിലേക്കാണ് യാത്ര തിരിക്കുന്നത്. ചെയ്യാൻ ടയർ ഊരുക, ട്യൂബ് ഇടുക, കേരളം വരെ വണ്ടി ഓടിക്കുക, കൊച്ചി പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. സോ നമ്മൾ സോൻമാർഗ് ടണലിലേക്ക് കയറാൻ പോവാണ്. ഫൈനലി സോൻമാർഗിന് ഗുഡ് ബൈ. ബാറ്ററി ഒരുപാടില്ല, അതുകൊണ്ട് റെക്കോർഡിംഗ് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഐ മീൻ സ്ലൈറ്റ്ലി ബിഗ് പ്രോബ്ലം നൗ. ജസ്റ്റ് ട്രൈങ് ടു മാനേജ് ദ ബൈക്ക് ടിൽ ശ്രീനഗർ. ദാറ്റ് ഇസ് ദ ഇൻറ്റൻഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. സോൻമാർഗ് ടണലിൻ്റെ ഇൻറ്റീരിയർ വളരെ മനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടണലാണ്. എനിക്ക് തോന്നുന്നു തീരാറായെന്ന്. അപ്പോഴാണ് ഞാൻ ഈ ഫുട്ടേജ് എടുത്തത്. ക്യാമറയിൽ ഞാൻ പറഞ്ഞ പോലെ ബാറ്ററി കുറവാണ്, അതുകൊണ്ട് ഐ എം സ്ട്രഗ്ലിംഗ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. വെൽക്കം ടു സോൻമാർഗ് ടണൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ഇറ്റ്. സോൻമാർഗ് ടണലിൽ നിന്ന് നമ്മൾ വെളിച്ചാടിയിരിക്കുന്നു. വണ്ടർഫുൾ ഫീലിംഗ്. കുറച്ച് ദൂരെ പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു എനിക്ക്. സോ അങ്ങനെ ഒരു വലിയൊരു അഡ്വഞ്ചറാണ് രാത്രി സംഭവിച്ചത്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 11:15 രാത്രിയിൽ. സോൻമാർഗിൽ നിന്ന് ഇറങ്ങിയ ശേഷം വളരെ റിസ്ക്കി ആയിട്ടാണ് വണ്ടി ഓടിച്ചത്. എന്താ വെച്ചാൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് അലോയ് ക്രാക്ക് ആവുന്നത്. എങ്ങനെയോ ആ പൊട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ തണുപ്പടിച്ചപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ പഴയ ജാക്കറ്റ് എടുത്തിട്ട് ഇടാമെന്ന് നോക്കിയപ്പോൾ ജാക്കറ്റ് കാണുന്നില്ല. അതെൻ്റെ ഫാമിലിയിൽ വൈഫിന് ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ള ജാക്കറ്റ്, അവരുടെ അച്ഛൻ്റെ ജാക്കറ്റായിരുന്നു ഇത്. സോ അത് തേടി പിന്നെയും ഞാൻ ഒരു 35 കിലോമീറ്റർ പുറകിലോട്ട് ഓടിച്ചു ടു സെർച്ച് ഫോർ ഇറ്റ് ഇൻ സോൻമാർഗ്. പക്ഷേ എവിടെയും വഴി കിട്ടിയില്ല. തിരിച്ച് ഓടിച്ചു നോക്കി, കിട്ടിയില്ല. അങ്ങനെ ഒരു വെറുതെ ഒരു 70 കിലോമീറ്റർ ഓടിച്ചു. അങ്ങനെ 2 മണിക്കൂറോളം എനിക്ക് വേസ്റ്റായി. അവസാനം ഇപ്പോഴാണ് എത്തിയത്. കഴിച്ചുമില്ല, പരവശന ജീവിതം ഭ്രാന്ത് പിടിച്ചുപോയി. ലേയിൽ നിന്ന് ഇവിടുന്ന് 450 കിലോമീറ്റർ ഉണ്ട്. സത്യം പറയുവാണല്ലോ, യു ക്യാൻ ഡു ഇറ്റ് ഇൻ ആക്ച്വലി ഇൻ അറൌണ്ട് 7 to 8 hours, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഈസി. സോ എവിടെയാണ് ഞാൻ പറയാൻ വിട്ടുപോയി. ഐ ആം റൈറ്റ് നൗ ഇൻ ബെനലി ശ്രീനഗർ സ്റ്റോർ റൂമിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഇവർ എനിക്ക് വേണ്ടി ഒരു കട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇന്ന് രാത്രി കിടന്ന് ഇവിടെ ഉറങ്ങാം. നാളെ സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ടയറും ട്യൂബും ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ഓൾ ഐ ക്യാൻ ഡു ഇസ് വെയിറ്റ് ഫോർ എ ഡേ മോർ. മൺഡേ ആവട്ടെ, മൺഡേ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. സോ സീ യു ദെയർ, സീ യു ഓൺ ടിൽ Monday.